ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫേസ്ബുക്ക് കളക്ഷന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സോണി മനോജ. ഞങ്ങളുടെ സ്ഥലം മമ്പാട് എന്ന് പറഞ്ഞ നിലമ്പൂരിനോട് അടുത്താണ് ഈ മമ്പാട് എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. ഇന്ന് ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് മിക്ക ദിവസവും നമുക്ക് വീഡിയോ ഉണ്ട് ഇപ്പോൾ അല്ലേ? ഈ ആഴ്ച മിക്ക ദിവസവും നമുക്ക് വീഡിയോ ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് കട്ട് പീസിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് റണ്ണിങ് മെറ്റീരിയൽ അല്ല, റെഡിമെയ്ഡ് അല്ല, ഇന്ന് കട്ട് പീസ്. കട്ട് പീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 350 രൂപയ്ക്ക് 6 മീറ്ററിന്റെ കട്ട് പീസ്. ഇന്ന് 2 മീറ്ററിൽ മേലോട്ടുള്ളതാണ് കേട്ടോ. എല്ലാ കട്ട് പീസും 2 മീറ്ററിന് മേലോട്ടുള്ള. അപ്പൊ ഞാനൊരു കാര്യം പറയാം. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ട്രയൽ ഞാൻ ജസ്റ്റ് നോക്കിയായിരുന്നു. അപ്പൊ എന്താ അഴിച്ചതാണ്. ഇത് കണ്ടോ, 2 മീറ്റർ ആണ് ഇത് വരുന്നത്. നോക്കിയപ്പം 2 മീറ്റർ ആണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെ ഒരു ക്ലോത്ത് ആണ് വരുന്നത്. 2 മീറ്ററിന്റെ നല്ല ഭംഗിയിലുള്ള ക്ലോത്ത് ആണ്. 180 ഒക്കെ റുപ്പീസ് വരുന്ന ക്ലോത്ത് ആണ് ഒരു പീസ്. ഇത് 2 മീറ്റർ ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു 2 മീറ്ററിന്റെ ഒരു പീസ് എടുത്തു. അടുത്ത ഞാൻ ഒരെണ്ണം നൂർത്തിയത് നോക്കിയപ്പോൾ 270 ഉണ്ട്. ഇത് വരുന്നത് നമ്മുടെ ജോർജറ്റ് ബുട്ടിയാണ് കേട്ടോ. ജോർജറ്റ് ബുട്ടിയാണ്, നല്ല ഭംഗിയാണ്. നോക്കിയാൽ 58 ഇഞ്ച് വിട്ടുള്ള ക്ലോത്ത് ആണ്. ഇതൊക്കെ നല്ല റേറ്റ് ഉള്ള ക്ലോത്ത് ആണ് കേട്ടോ. വെറും ചെറിയൊരു സംഖ്യ നിങ്ങൾക്ക് വരുള്ളൂ. ഇങ്ങനെ 260. അപ്പൊ ഈ 260ന്റെ കൂടെ 2, പിന്നെ 2 മീറ്ററിന്റെ ഒരു അങ്ങനെയാണ് നമ്മൾ ചെയ്തു തരുന്നത്. അപ്പൊ ചിലപ്പോൾ 2.5 മീറ്റർ വന്ന് 5 ആയി. പിന്നെ 1 മീറ്ററിന് നമ്മൾ എന്ത് ചെയ്യും? 2 മീറ്ററിന്റെ പീസ് ഉണ്ടാവില്ല. അപ്പോൾ 1 മീറ്ററിന്റെ പീസ് അങ്ങനെയൊക്കെ ആയിരിക്കും വെക്കുക. അപ്പൊ ഈ രണ്ട് പീസ് എന്തായാലും നിങ്ങൾക്ക് 2 മീറ്റർ കൂടുതലുള്ള ഉണ്ടാവും. പരമാവധി 3 തന്നെ, 2ന്റെ ആണെങ്കിൽ 3 തന്നെ ആക്കും. കുറച്ചൊക്കെ ഇങ്ങോട്ടല്ല അങ്ങോട്ട് വരും കേട്ടോ. അങ്ങനെയാണ് വരുള്ളൂ. അപ്പൊ അങ്ങനെയാണ്. നമുക്ക് അല്ലാതെ കറക്റ്റ് ഒക്കെ 6 മീറ്റർ ആക്കാൻ പറ്റില്ല. അപ്പൊ 1 മീറ്ററിന്റെ ഒരു പീസ് ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും. അത് 350 രൂപയാണ് ഇങ്ങനെ ഒരു സെറ്റിന് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇത് വീടുകളിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഡെയിലി യൂസർക്ക് ഉപയോഗിക്കാൻ പറ്റും. 4 പീസ് നമുക്ക് ചുരിദാർ അടിക്കാൻ പറ്റും. 350 രൂപയ്ക്ക് 2-3 പീസ് ചുരിദാർ കിട്ടും. സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ കുറേ കസ്റ്റമേഴ്സ്, എനിക്കറിയാം ഒരുപാട് പേര് എന്നോട് പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഓരോ മോഡലൊക്കെ അടിച്ചു കൊടുക്കുന്നവരൊക്കെ. അപ്പോൾ അവർക്കായിരിക്കും ഇത് കൂടുതലായിട്ട് ഉപകാരപ്പെടുക. ഒരു 2-3 പീസ് സെറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വലിപ്പമുള്ള ക്ലോത്തുകളാകുമ്പോൾ ഒരു ടോപ്പോ മോഡലായിട്ടുള്ള ഷർട്ടോ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയട്ടെ, എല്ലാവർക്കും കോട്ടൺ വേണമെന്ന് പറയരുത്. എന്നുവെച്ചാൽ 2.5 മീറ്ററിന് തന്നെ ഞങ്ങൾക്ക് വേണമെന്നും പറയരുത്. എന്നുവെച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതെന്ന് വെച്ചാൽ ബാലൻസ് പീസാണ് വരുന്നത്. ഈ ഒരു ക്ലോത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ബാലൻസ് വരുന്നതാണ്. ഇതെത്ര വരുന്നത്? 260. ഇത് 260 ആണ്. ഇത് ബാലൻസ് വന്ന് പിന്നെ 260 ചിലപ്പോൾ റോളിലോട്ട് കയറ്റണ്ടെന്ന് വെച്ച് ഇവര് ബോക്സിനകത്ത് ഇടും. അങ്ങനെ വരുന്ന പീസുകളാണ് ഇതെല്ലാം. അപ്പം അങ്ങനത്തെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് തന്നെ ഞങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ 2.5 തന്നെ വേണം, അങ്ങനെയൊക്കെ ചില കസ്റ്റമേഴ്സ് അങ്ങനെ ഒരു കടുംപിടുത്തമൊന്നും പിടിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ അല്ലാത്തവർ മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ 6 മീറ്റർ കിട്ടും. അതെന്തായാലും കിട്ടും. 2 മീറ്ററിന്റെ 3 പീസോ അല്ലെങ്കിൽ 2.5 മീറ്ററിന്റെ 2 പീസും 1 മീറ്ററിന്റെ 1 പീസോ ആയിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് 6 മീറ്റർ സാധനം ഉണ്ടാവും. പക്ഷെ 2 മീറ്റർ കൂടുതലുള്ളതായിരിക്കും എല്ലാം. ഇനി ഞാൻ പറഞ്ഞില്ലേ, 2.5 മീറ്ററിനാണ് 2 നിങ്ങൾക്ക് തരുന്നതെങ്കിൽ 1 മീറ്ററിനെ ഞങ്ങൾ 1 മീറ്ററിന്റെ പീസായിരിക്കും വെക്കുക കേട്ടോ. അങ്ങനെയാണ് വരിക കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചത് 58 ഇഞ്ച് വീതിയ, ഒന്ന് വരുന്നത് 44 ഇഞ്ച് വീതിയ. ഇത് വരുന്നത് എത്രയാണെന്ന് നോക്കട്ടെ. ഏറ്റവും മേളിലിരിക്കുന്നത് ഇത് കാണിക്കാനും പേടി. ഇത് 260 ഉണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കിയേ എത്ര വരുന്നുണ്ട് നോക്ക് വലിപ്പം. കണ്ടോ, 58 ഇഞ്ച് വീതിയുള്ള ക്ലോത്താണ്. നല്ല വലിയ ക്ലോത്തുകളാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിനും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. 350 രൂപയാണ്. അപ്പൊ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ കേട്ടോ. 6 മീറ്റർ കട്ട് പീസ് വെറും 350 രൂപ. അപ്പൊ എല്ലാവരും പർച്ചേസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ആരും കടുംപിടുത്തം പിടിക്കല്ലേ എനിക്ക് ഇന്ന ഡിസൈൻ തന്നെ വേണമെന്ന്. അവരത് റെഡിയാക്കി തരും. നിങ്ങൾക്ക് 6 മീറ്ററിന്റെ റെഡിയാക്കി തരും. പിന്നെ നിങ്ങൾക്ക് കട്ടിങ് ഫോട്ടോ തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ 6 മീറ്റർ ആക്കിയിട്ട് വെച്ച് കഴിയുമ്പോൾ ഒരു ഫോട്ടോയാണ് തരുന്നത്. പിന്നെ അതിൽ നിന്ന് മാറ്റി എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരാളൊന്നും അല്ല ചോദിക്കുക, ഒരുപാട് പേര് ചെയ്യുന്നത്. ഇത് കുറച്ച് റിസ്ക് ആണ് ഈ പരിപാടി ചെയ്യാൻ. എന്ന് വെച്ചാൽ 2 ദിവസം മുമ്പേ ഇതിനു വേണ്ടി ഒരുങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്നത്. 4-5 സ്റ്റാഫുകളിരുന്ന് എല്ലാം അളന്ന് എഴുതി സ്റ്റിക്കർ ഒട്ടിച്ച് അതിനകത്ത് മെനക്കെടുക്കുന്ന 2-3 ദിവസം മെനക്കെട്ടിട്ടാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ വല്ലാണ്ട് എല്ലാത്തിനും ഫോട്ടോ കാണിച്ചത് അങ്ങനെയൊന്നും പറഞ്ഞാൽ കഴിയത്തില്ല കേട്ടോ. അത് ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ. അപ്പം വേണ്ടിയവർ പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.